ശ്രീ ജിൻഡോ ജോൺ, ഇപ്പോൾ ശ്രീ ഇ എൻ മോഹൻദാസ് മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുകയാണ്, ഞാൻ ചോദിക്കണം എന്ന് വെച്ചൊരു കാര്യമല്ല കേട്ടോ, എന്നിരുന്നാൽ പോലും ഞാൻ ജിൻഡോ ജോണിനോട് ആ ചോദ്യത്തിലേക്കല്ല വരണമെന്ന് വിചാരിച്ചത്. പി വി അൻവർ മണ്ഡലത്തിലുണ്ടായിരുന്നില്ല, വികസന കാര്യങ്ങളിൽ പിന്നാക്കം പോയി. എന്തുകൊണ്ടാണ് മോഹൻദാസ് അങ്ങനെ പറയുന്നത് നമുക്കറിയാം. അതായത് അവിടെ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ കത്തുകൾ അടക്കം വിളിച്ച് ചവിട്ടി എന്ന് ആരോപിക്കപ്പെടുന്ന ആളാണ് ശ്രീ ഇ എൻ മോഹൻദാസ്. അതുകൊണ്ടാണ് വികസന പ്രശ്നം അടക്കമുള്ള കാര്യങ്ങളിൽ പിന്നാക്കം പോയതിനെ പറ്റി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് പി വി അൻവർ മാധ്യമങ്ങളെ വിളിച്ച് 4 വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നു. വികസന പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാൻ, മണ്ഡലത്തിൽ നിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ, സ്വർണ്ണ ഖനി തേടി ഇവിടെ സിയറ ലിയോണിൽ പോയി എന്ന് മനസ്സിലാക്കാൻ ഒക്കെ 4 വാർത്താ സമ്മേളനം വേണ്ടി വന്നു പാർട്ടി സെക്രട്ടറിക്കും പാർട്ടിക്കും. തീർച്ചയായിട്ടും മാധു, ഞാനേ എത്ര കൗതുകത്തോടെയാണ് ഇവരെ കാണുന്നത്. ഇവർക്ക് ഒരു നാണവും ഉളുപ്പുമില്ല. CPIM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പ്രസ് മീറ്റ് നടത്തി പറയുകയാണ്, പി വി അൻവർ എന്ന് പറഞ്ഞ നിലമ്പൂർ MLA ആദ്യത്തെ 5 വർഷം സമ്പൂർണ്ണ പരാജയം. ആ വാചകം ഞാൻ കൃത്യമായിട്ട് എഴുതിയെടുത്തത്, സമ്പൂർണ്ണ പരാജയം. എങ്കിൽ സമ്പൂർണ്ണ പരാജയം എന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്ക് ബോധ്യപ്പെട്ട അൻവറിന് രണ്ടാമത് ഒരു അവസരം കൊടുത്തത് ആ നിലമ്പൂർ മണ്ഡലത്തിലെ മനുഷ്യരോട് ചെയ്ത, ആളുകളോട് ചെയ്ത, വോട്ടർമാരോട് ചെയ്ത ചതിയല്ലേ? ഈ CPM-നെ പോലെ ഇത്രയും നാണം കെട്ട ഒരു പാർട്ടി കേരളത്തിൽ വേറെ ഉണ്ടാകുമോ? അടുത്തത് അദ്ദേഹം പറയുന്നത് അൻവറിന് സമയമുണ്ടോ സൗകര്യമുണ്ടോ എന്ന്. അങ്ങനെ സമയവും സൗകര്യവും ഇല്ലാതെ ദക്ഷിണാഫ്രിക്കയിലും ശ്രീലങ്കയിലും ബിസിനസ് പ്രവർത്തനത്തിന് പോയ അൻവറിന് പിന്നീട് നിങ്ങൾ എന്തിനു അവസരം കൊടുത്തു? ഇതെല്ലാം അൻവർ ഈ പാർട്ടിയെക്കുറിച്ചും ഈ സംസ്ഥാനത്തെ സർക്കാരിന്റെ ദുർനടപ്പുകളെ കുറിച്ചും ചോദിക്കുമ്പോൾ, തിരിച്ചു ചോദിക്കുമ്പോൾ അതിനൊരു വിലയുണ്ടാകുന്നില്ല. CPIM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇത്രത്തോളം വില കുറഞ്ഞ മനുഷ്യനാണെന്ന് ഇപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. എന്തൊരു നാണം കെട്ട വാദമാണ്, എന്തൊരു ദുർബലമായ വാദമാണ്. അദ്ദേഹം ചോദിക്കുക മണ്ഡലത്തിലുണ്ടോ എന്ന്. ഇവിടെ പി വി അൻവർ മണ്ഡലത്തിലില്ല, ദക്ഷിണാഫ്രിക്കയിൽ ബിസിനസ് പ്രവർത്തനത്തിന് ഖനിയിൽ പണിക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് യൂത്ത് കോൺഗ്രസ്സുകാർ UDF സമരം ചെയ്തപ്പോൾ CPM-ന്റെ നിലപാട് എന്തായിരുന്നു? ആ പഴയകാല വിഷ്വലൊക്കെ ഒന്ന് മാതൃഭൂമി എടുത്ത് പരിശോധിക്കണം. ഈ CPM-ന്റെ നേതാക്കന്മാർ പഴയ പത്രപ്രസ്താവനകളും ചാനലുകളിൽ വന്നിട്ടുള്ള ദൃശ്യങ്ങളൊന്ന് പരിശോധിക്കണം. അറ്റ്ലീസ്റ്റ് കൈരളി ചാനലിലും ദേശാഭിമാനി പത്രത്തിലും പ്രസിദ്ധീകരിച്ച വാർത്തയെങ്കിലും പരിശോധിക്കണം. എന്നിട്ട് വേണമായിരുന്നു ജില്ലാ സെക്രട്ടറി ഇന്നത്തെ പ്രസ് മീറ്റ് നടത്താൻ. ഞാൻ അവിടെ നിർത്തുകയാണ്. ഈ പ്രകാശ് മാസ്റ്റർ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അൻവർ UDF-ന്റെ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന്. ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ യാതൊരു ലഗാനുമില്ലാതെ ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ച അൻവർ UDF-ന്റെ ചട്ടുകമാണെന്ന്. എന്ത് ബേസിന്റെ അടുത്ത പറയുന്നത്? രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് അൻവർ പറഞ്ഞപ്പോ അതിനെ ഇളിച്ചുകൊണ്ട് പിന്താങ്ങിയ ആളാ കേരളത്തിന്റെ പിണറായി വിജയൻ. കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് 150 കോടി രൂപയുടെ കള്ളപ്പണം മീൻവണ്ടിയിൽ കൊണ്ടുവന്നു, കണ്ടെയ്നറിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ അത് പിന്തുണച്ച് പോസ്റ്റിട്ട ആളുകളല്ലേ നിങ്ങൾ, സൈബർ സഖാക്കന്മാരും അല്ലാത്ത സഖാക്കന്മാരൊക്കെ. എന്നിട്ട് ഇപ്പൊ ചട്ടുകമായിരുന്നു UDF-ന്റെ. ഇവിടെ അൻവർ പറയുന്ന വിഷയങ്ങൾ ഏശിയില്ല എന്നാണ് നിങ്ങളുടെ വാദം. അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ഏശിയില്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്തിനാണ് 21 ദിവസം കാത്തിരുന്നത്? പത്രക്കാരെ കാണാൻ, ചാനലുകാരൻ പൊതുസമൂഹത്തെ കണ്ട് മറുപടി പറയാൻ എന്തുകൊണ്ട് കാത്തിരുന്നു? എന്തുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ വന്ന് അഭിപ്രായം പറയാതെ ഓടി ഒളിച്ചു? അൻവർ പറഞ്ഞ വിഷയങ്ങൾ ഏശാതെ വന്നതുകൊണ്ടാണോ നിങ്ങൾ അദ്ദേഹത്തിനെതിരെ കയ്യും കാലും വെട്ടി ചാലിയാറിൽ എറിയുമെന്ന് പറയുന്നത്? അൻവറിനെ കായികമായിട്ട് നേരിടുമെന്ന് പറയുന്നത്? അൻവറിനെതിരെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുക സഖാക്കന്മാർ തെരുവിലിറങ്ങി പോരാടണമെന്ന്. അത് ഇസ്ലാമിക രാഷ്ട്ര പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാ. ഇന്നലെ നിങ്ങൾ ഇത് കുറെ കാലമായിട്ട് നിങ്ങളുടെ പാർട്ടിയിൽ ആഭ്യന്തര ജനാധിപത്യം, ഉൾപാർട്ടി ജനാധിപത്യം അസ്തമിച്ചു. അതാ സൂര്യൻ, പിണറായി വിജയൻ എന്ന് പറഞ്ഞ സൂര്യൻ ഉദിച്ചപ്പോൾ ആഭ്യന്തര ജനാധിപത്യം അസ്തമിച്ച ഒരു പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ആരെങ്കിലും പുറത്തു പറഞ്ഞാൽ അവരെ മതരാഷ്ട്രവാദ ചാപ്പ കുത്തി ഇല്ലാതാക്കാൻ നോക്കുന്നത് CPM-ന്റെ ദുർബലമായ വാദവും നാണം കെട്ട നടപടിയുമാണ്. അത് ആരോപിക്കാനില്ലേ? ഇത്രയും കാലം സംഘപരിവാറിനെതിരെ വലിയ തോതിലുള്ള യുദ്ധം നടത്തുന്ന ഒരു ചേരിയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് അഭിമാന ബോധത്തോടെ പറഞ്ഞ ഒരാൾ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നമുക്ക് മനസ്സിലാകും. എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന പി വി അൻവർ തിരിച്ചറിയുന്നത് CPM-ന് ഈ പറയുന്ന ന്യൂനപക്ഷ വിരുദ്ധതയുണ്ട്, ന്യൂനപക്ഷങ്ങൾക്ക് നീതിയില്ല, താൻ നിസ്കരിക്കുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണമായത് കാണാൻ കഴിയില്ല. പാർട്ടിക്ക് ആ മേഖലയിൽ ന്യൂനപക്ഷ വിരുദ്ധതയുണ്ട് എന്നത് അൻവറിനൊരു ഉണ്ടിരിക്കുമ്പോഴത്തെ ഉള്ളുവിളി എന്ന രീതിയിൽ പറയാൻ കഴിയുന്ന ഒന്നല്ല. അങ്ങനെയാണെങ്കിൽ ആ ബോധ്യം ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാവേണ്ടതല്ല.
അല്ല അല്ല മാധുവിന്റെ നിരീക്ഷണം കൃത്യമാണ്. അത് 100% ശരിയാണെന്നാണ് എൻ്റെ ഒരു ബോധ്യം. കാരണം അൻവറിന്റെ ഭൂമി കയ്യേറ്റവും അല്ലെങ്കിൽ റവന്യൂ ഭൂമി കയ്യേറിയതും പാർക്കും തടയണയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വന്നപ്പോൾ UDF നിലപാടുണ്ടായിരുന്നു. അപ്പോൾ അൻവർ ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിലും ഞങ്ങൾ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അൻവർ ഉന്നയിക്കുന്ന മുഴുവൻ ആരോപണങ്ങൾ അന്വേഷിക്കണം. UDF നേതാക്കന്മാർക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ADGP MR അജിത് കുമാറിനെതിരെയും P ശശിക്കെതിരെയും ഉന്നയിക്കുന്ന മുഴുവൻ ആരോപണങ്ങളും സ്വതന്ത്രമായിട്ടുള്ള ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. അൻവറിന് ഒരു സുപ്രഭാതത്തിൽ ഉൾവിളി ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് തെരുവിലെ ഗുണ്ടാ സംഘങ്ങൾ കുടിപ്പകയുടെ പേരിൽ ഷെയർ പങ്കുവെക്കുന്നതിന്റെ പേരിൽ തമ്മി തല്ലുന്നത് പോലെയാണ്. CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ദുര്യോഗമാണ് ഈ കാണുന്നത്. അൻവറിന്റെയും KT ജലീലിന്റെയും ഒക്കെ തോളിൽ ഇരുന്നു കൊണ്ട് മലപ്പുറം ജില്ല കൈയടക്കാൻ പോയ CPM അവർ മുൻകാലങ്ങളിൽ നടത്തിയ കപട രാഷ്ട്രീയത്തിന് അൻവറിലൂടെ തന്നെ മറുപടി കിട്ടുകയാണ്. അപ്പോൾ അൻവറിനെ നിങ്ങൾ മതരാഷ്ട്രവാദ ചാപ്പ കുത്തി ഇല്ലാതാക്കാൻ നോക്കിയാൽ അൻവറിനെ നിങ്ങൾ കൈയും കാലും വെട്ടി ചാലിയാർ പുഴയിൽ എറിയുമെന്ന് പറഞ്ഞാൽ, അൻവറിനെ നേരിടണമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആഹ്വാനം ചെയ്താൽ തെരുവിൽ നേരിടണമെന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കേരളത്തിന്റെ പൊതുസമൂഹം തയ്യാറല്ല. അൻവർ ഈ നിമിഷം വരെ UDF അനുകൂലമായി നിലപാടെടുത്തിട്ടുള്ള ആളല്ല, UDF കാരനുമല്ല. ഞങ്ങൾ ഒരു രീതിയിലും അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ അൻവർ എന്ന് പറഞ്ഞ ജനപ്രതിനിധിക്ക് ഈ സംസ്ഥാനത്തെ ഭരണത്തിനെതിരെ അഭിപ്രായം പറയാനുള്ള 100% അവകാശമുണ്ട്. അൻവറിന്റെ അഭിപ്രായം പറയാനുള്ള അവകാശത്തോടൊപ്പമാണ് അൻവർ ഉയർത്തിയ അഭിപ്രായം. കുറെ മാസങ്ങൾക്ക് മുമ്പ് ആനി രാജ പറഞ്ഞില്ലേ, കേരളത്തിലെ പോലീസിൽ RSSന്റെ സ്ലീപ്പർ സെൽ ഉണ്ടെന്ന്. അന്ന് ആനി രാജയെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, സംസ്ഥാനത്തെ നേതാക്കന്മാർ തള്ളി പറഞ്ഞു. ഇന്ന് ബിനോയ് വിശ്വം അടക്കമുള്ള സംസ്ഥാനത്തെ CPIയുടെ നേതാക്കന്മാർ ആനി രാജ പറഞ്ഞ പോയിന്റിലേക്ക് എത്തി, VD സതീശൻ പറഞ്ഞ പോയിന്റിലേക്ക് എത്തി, പ്രതിപക്ഷവും പൊതുസമൂഹവും പറഞ്ഞ പോയിന്റിലേക്ക് എത്തി. എങ്ങനെയാ എത്തിയത്? തൃശ്ശൂര് അവരുടെ നേതാവായിട്ടുള്ള സുനിൽ കുമാർ തോറ്റപ്പോൾ CPI എന്ന് പറഞ്ഞ പാർട്ടിക്ക് തിരിച്ചറിവുണ്ടായി. പിണറായി വിജയൻ, ഒരൊറ്റ കാര്യം കൂടി പൂർത്തിയാക്കട്ടെ മാധു, ഇവിടെ ഇന്ന് പുഷ്പൻ മരിച്ചതിരിക്കുന്ന ദിവസമാണ്. ഈ പറഞ്ഞ തോന്നിവാസങ്ങളൊക്കെ കണ്ട പുഷ്പനെ പോലുള്ള മഹാപാവങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുക? ചങ്ക് പൊട്ടിയായിരിക്കാം മനുഷ്യൻ മരിച്ചിട്ടുണ്ടാകുക. അവരെ പോലുള്ള ആളുകളുടെ ജീവൻ ബലി കൊടുത്തുകൊണ്ട് വളർന്ന പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ സ്വന്തം മകളുടെ മാസപ്പടി കേസ് ഒതുക്കാൻ വേണ്ടിയിട്ട് RSSന് ഈ പാർട്ടിയെ അടിയറവ് വെച്ചു എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെ RSSന്റെ ശാഖയിൽ കൊണ്ടുപോയി കെട്ടി കാക്കി കളസം ഇടിയിക്കാൻ നോക്കി. അതാണ് നോക്കൂ, ഇന്ന് അദ്ദേഹത്തിന് മരണം സംഭവിച്ച ദിവസമാണ്. പറയുന്ന രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ പല ദിവസങ്ങളിൽ പലതുപോലെ ഉണ്ടാകും. അതിനിടയിലേക്ക് വലിച്ചെടുക്കേണ്ട ഒരു പേരാണ് ഇന്നത്തെ ദിവസമെങ്കിലും അദ്ദേഹത്തിൻ്റെതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശ്രീ ജിൻഡോ ജോൺ, ക്ഷമിക്കണം, അങ്ങയുടെ അഭിപ്രായം രാഷ്ട്രീയമായി പറയാനുള്ള സ്വാതന്ത്ര്യം അങ്ങേക്കുണ്ട്. അതുകൊണ്ട് അത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങയെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്തത്.